ബലിജീവിതം ദൈവസ്നേഹത്തിൻ സാഗരമല്ലോ. ഭവനം ദേവാലയം ജീവത്യാഗത്തിൻ ബലിവേദിയല്ലോ. ഒന്നാക്കി മാറ്റുവാൻ പറുദീസ തീർക്കുവാൻ, ഒന്നാക്കി മാറ്റുവാൻ പറുദീസ തീർക്കുവാൻ ക്ഷേമത്തിൻ പദ്ധതിയല്ലോ കുടുംബം. സ്വർഗീയ സ്നേഹത്തിൻ പൂങ്കാവനമല്ലോ, സ്വർഗീയ സ്നേഹത്തിൻ പൂങ്കാവനമല്ലോ കുടുംബം. ബലിജീവിതം ദൈവസ്നേഹത്തിൻ സാഗരമല്ലോ. ഭവനം ദേവാലയം ജീവത്യാഗത്തിൻ ബലിവേദിയല്ലോ. Family is God's eternal decision, design. Family is God's hope. If family fails, the whole system of human existence will collapse. ഞാനും കുടുംബവും സേവിച്ചിടും യാതെന്ന ദൈവത്തെ ഇന്നുമെന്നും. സന്തോഷ സന്താപ വേളകളിൽ ഒന്നായണയും തൻ സന്നിധിയിൽ. സന്തോഷ സന്താപ വേളകളിൽ ഒന്നായണയും തൻ സന്നിധിയിൽ. സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിയിടും തമ്മിൽ തമ്മിൽ. സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിയിടും തമ്മിൽ തമ്മിൽ. നമ്മുടെ കുടുംബജീവിതങ്ങളെ ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തീയ കുടുംബമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് നാം കടന്നു വന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ ചുറ്റുപാടുകളുള്ള അനേക ഭവനങ്ങളിൽ പലവിധമായ അസ്വസ്ഥതകളിൽ, പ്രയാസങ്ങളിൽ, ഞെരുക്കങ്ങളിൽ കഴിഞ്ഞു പോകുന്ന കുടുംബജീവിതങ്ങളുണ്ടല്ലോ. സമാധാനമില്ലാത്ത ഭവനങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. മദ്യത്തിൻ്റെയും അതുവരെയുള്ള സാമൂഹിക അസമത്വങ്ങളുടെയും സ്വാധീനത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. അവരെ ഈ പ്രതിഷ്ഠാദിനത്തിൽ പ്രത്യേകമായി ദൈവകരങ്ങളെ സമർപ്പിക്കുകയും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. God gave us Christian homes, homes where the Bible is loved and taught, homes where the Master's will is sought, homes crowned with beauty where love has wrought. God gave us Christian homes. God gave us Christian homes. കുടുംബ സംഗമം 2011 ഈ വർഷം വ്യക്തികളായും കുടുംബമായും ഒന്നിച്ച് ഈ ആരാധന സംബന്ധിപ്പാനായിട്ട് വലിയവനായ ദൈവം അവസരം നൽകി. ഫാമിലി ഒരുമിച്ച് ചേർന്ന് നിന്ന് കൈ പിടിച്ച് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എന്നിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്നൊരു പ്രാവശ്യം കൂടെ പുതുക്കി പ്രതിഷ്ഠിക്കുവാനും അതിനുശേഷം മുറ്റും ഞാൻ തരുന്നതാ എൻ്റെ സർവ്വവും സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്നുള്ളൊരു പാട്ടും കൂടെ ആയപ്പോഴത്തേക്ക് ശരിക്കും ആത്മീയമായ വളരെ സന്തോഷം തോന്നി ഇന്നത്തെ ആരാധന.
താങ്ങായി തണലായി മുന്നേറാൻ. ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു കുടുംബദിനം കൊണ്ടാടാൻ സാധിച്ചത്. ദൈവത്തെ ശരിക്കും കാണുവാനായിട്ട് സാധിച്ചു. ഇത്രയേറെ ആളുകൾ ഒന്നിച്ചുകൂടി എല്ലാവരും കൂടെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൽ ഉള്ള പ്രഭാതത്തിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഭൂവിൽ സ്വർഗീയ ഗേഹമൊരുക്കാൻ താങ്ങായി തണലായി മുന്നേറാൻ. കുടുംബമായിട്ട് ഒന്നിച്ച് സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഈ ദിവസം ഇടയായി. കുവൈറ്റ് മാർത്തോമ ഇടവകയായി ഈ വർഷവും കുടുംബ പ്രതിഷ്ഠാ ദിനമായി ആചരിപ്പാൻ ദൈവം ഇടയാക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇതിൽ പങ്കെടുത്തു. എല്ലാം ഭംഗിയായിട്ട് നടന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തുതിച്ചും ഹൃദയങ്ങൾ പങ്കിട്ടും കുടുംബമായി തീരാൻ. അനേകം പേര് ഒരുമിച്ച് കൂടുവാനും കുടുംബമായിട്ടിരിക്കുവാനും സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ എല്ലാം ദൈവകൃപയാൽ എല്ലാം നന്നായി നടന്നു. ഇത്ര മനോഹരമായ ഒരു അറേഞ്ച്മെന്റ്സ് നടത്തി ഇന്ന് വരെ കുവൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്ര വലിയൊരു ജനക്കൂട്ടം കുടുംബദിനം വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ ദൈവം സഹായിച്ചു. മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ ആളുകൾ ഇറങ്ങി വരുന്നത് എത്ര സന്തോഷമാണ്. അതുപോലുള്ളൊരു സന്തോഷത്തിന്റെ അനുഭവം. സ്നേഹിച്ചും സ്തുതിച്ചും ഹൃദയങ്ങൾ പങ്കിട്ടും കുടുംബമായി തീരാൻ. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു അനുഭവം പങ്കിടുന്നത്. ഇതിനായിട്ട് പ്രവർത്തിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ അനുഗ്രഹമായ ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അതീവനായ സന്തോഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നന്നായിരുന്നു. നല്ല ശുശ്രൂഷ, നല്ല പങ്കാളിത്തം. ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബ സംഗമത്തിൽ കുവൈറ്റ് മാർത്തോമ ഇടവകയിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ സംബന്ധിപ്പാനായിട്ട് ദൈവം അവസരം തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാന്മാരുടെ ശക്തി വ്യാപരിക്കുന്ന ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായിരുന്നു ആരാധന. ആരാധന വളരെ നന്നായിരുന്നു. അതുപോലെ ഒരു കൂട്ടായ്മയും ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപയാൽ ഇന്നത്തെ ആരാധന ഒത്തിരി ഭംഗിയായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ടും ഫാമിലിയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുവാനായിട്ടും കുടുംബപരമായിട്ട് കൂടുതൽ മുന്നേറുവാനായിട്ടും ഇന്നത്തെ ശുശ്രൂഷ സഹായിച്ചു. അതിന് ദൈവത്തിന് സ്തോത്രങ്ങൾ കരയറ്റുന്നു. മാർത്തോമ സഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾ കൂടിയ ഒരു ദിവസമായിരുന്നു. 2000-ൽ പരം ആൾക്കാർ വളരെ സന്തോഷമായിട്ടും ഒരുമയുണ്ടായിരുന്നു. ദെർ വാസ് യൂണിറ്റി. വളരെ നല്ല ആരാധനയായിരുന്നു. ഇന്ന് ഒരുമിച്ച് കൂടാനും പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. എന്നത്തേക്കാളും കൂടുതൽ ആൾക്കാർ ഇന്ന് പള്ളിയിലുണ്ടായിരുന്നു എനിക്ക് തോന്നി. ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ കുവൈറ്റ് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇത്രയും ഒരു കുടുംബ ആരാധന അനുഭവിച്ചത്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയാം. കുവൈറ്റ് മാർത്തോമ ഇടവകയുടെ ഒരു ഭാഗമാകുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തെയും പദവിയും ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം കുടുംബദിനത്തിൻ്റെ എല്ലാ സമൃദ്ധിയും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവക ഗായ സംഘത്തിൻ്റെയും എല്ലാവിധ ഭാവങ്ങളും എല്ലാവർക്കും നേരുന്നു. 40 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉള്ളതാണ്. ഈ 40 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേർ ഒന്നിച്ചു കൂടുന്നതും വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ദൈവം സഹായിച്ചതും. കുടുംബങ്ങളിൽ കുടുംബമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇടവകയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും അതിൻ്റെ അകത്ത് അഭിമാനമുണ്ട്. കുവൈറ്റ് ഇടവകയായിട്ട് തുടർന്ന് നിലനിൽപ്പാൻ തക്കണം ദൈവമേ കൃപയരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുക്കി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് 1000 സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. 48 വർഷത്തിൽ ആദ്യമായിട്ടാകുന്നു ഇപ്രകാരം ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത്. കാലാവസ്ഥയുടെ പ്രതികൂലം എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, അതെല്ലാം ദൈവത്തിന്റെ മഹാകാരുണ്യത്താൽ അതെല്ലാം മാറ്റപ്പെട്ടു. ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് ഒരുമയോടെ ആയിരങ്ങൾ പങ്കെടുത്ത ഈ പരിപാടി ദൈവത്തിന്റെ മഹാകാരുണ്യം നിമിത്തമാണ് ഇത്രയും നടന്നെന്ന് ഞങ്ങളറിയുന്നു. ഇത്രയും നല്ല ജനങ്ങൾക്ക് ഇത് ഏറ്റവും അനുഗ്രഹമായിട്ടിരുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി ഫാമിലി ഡേ. കുവൈറ്റ് മാർത്തോമ ഇടവക അംഗങ്ങൾ മുഴുവനായി ഇന്ന് ക്രിസ്തീയ കുടുംബ പ്രതിഷ്ഠാ ദിനമായി ഒരുമിച്ച് കൂടി വരികയും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ചായി ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങിപ്പോയത്. സഭ എന്ന് പറയുന്നതും ഇടവക എന്ന് പറയുന്നതും കുടുംബങ്ങളുടെ കുടുംബമാണ്. കുടുംബങ്ങൾ ചേരുന്നതാണ് ഇടവക. കുടുംബങ്ങളുടെ കുടുംബമായ വലിയ ഇടവക കരുതലിൻ്റെയും സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളും എന്ന് ഉറപ്പെടുത്തുകൊണ്ടാവുന്നു ഇന്ന് കുടുംബാംഗങ്ങൾ പിരിഞ്ഞുപോയത്. 1800-ലധികം അംഗങ്ങളാവുന്നു ഇന്ന് ഈ കുടുംബ പ്രതിഷ്ഠാ ദിന ശുശ്രൂഷയിൽ കുവൈറ്റ് മാർത്തോമ ഇടവക ക്രമീകരിച്ച ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്തത്. ഏവർക്കും ഒരു നല്ല ക്രിസ്തീയ കുടുംബ ദിനം ആശംസിക്കുന്നു. കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ, ബലപ്പെടട്ടെ. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായി കുടുംബങ്ങൾ മാറുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ
മറ്റുള്ളവരിലേക്ക് പകർത്തപ്പെടുന്ന സ്ഥാപനങ്ങളായി മാറുന്നു. അതിന് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം ഇത്ര അനുഗ്രഹകരമായി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയ എല്ലാ നല്ല അവസരങ്ങൾക്കും ദാനങ്ങൾക്കും ദൈവ കൃപകൾക്കുമായി സ്വർഗത്തെ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. 1000 നന്ദി തിരുമുമ്പാകെ അർപ്പിക്കുന്നു. God gave us Christian homes, homes where the Father is true and strong, homes that are free from the blight of wrong, homes that are joyous with love and song. God gave us Christian homes. God gave us Christian homes. God gave us Christian homes. Homes where the mother in caring quest strives to show others your way is best. Homes where the Lord is an honored guest. God gave us Christian homes. God gave us Christian homes. God gave us Christian homes. Homes where the children are led to know Christ in His beauty who loves them so. Homes where the altar fires burn and glow. God gave us Christian homes. God gave us Christian homes. May God bless our families.